നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ആളുകൾ വീട് വെക്കുമ്പോൾ കാണിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയാം? മിസ്റ്റേക്കുകൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പറ്റും. ഒന്ന് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ ഹൈറ്റ്, അതൊരു ഘടകമാണ്. നമ്മുടെ റോഡ് മാറ്റി ലാൻഡ് എത്ര പൊങ്ങിയിരിക്കണം, ഇതൊന്നും ഒരു സാധാരണക്കാരന് അതിനുള്ള ഇതുണ്ടാകത്തില്ല. നമ്മൾ വണ്ടി കയറ്റും, എല്ലാം കഴിഞ്ഞ് വണ്ടി കയറ്റുന്ന സമയത്തിനായിരിക്കും വണ്ടി കയറ്റുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കൂടുതലും 3 മീറ്ററുള്ള റോഡുകളാണ്, 3.5 മീറ്റർ റോഡുകളാണ്. അപ്പോൾ ഈ റോഡുകളിലൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് വീടിന് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വണ്ടി കയറാനും ഇറങ്ങാനും ഭയങ്കരമായ പ്രോബ്ലങ്ങൾ ചെയ്യും. അതുപോലെ ഗേറ്റ് ഇടുന്ന സമയത്തിന് ബുദ്ധിമുട്ട് വരും. അതുപോലെ മഴ സമയത്ത് ഇറങ്ങാനും കയറാനും ഉള്ള ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും. നമുക്ക് മെയിൻലി നമ്മുടെ ഹൈറ്റ് കുറഞ്ഞാലും പ്രശ്നമല്ലേ? ഹൈറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഹൈറ്റ് കുറഞ്ഞാൽ പ്രശ്നമാണ്, ഹൈറ്റ് കൂടിയാലും പ്രശ്നമാണ്. രണ്ടും ഒരുപോലെ തന്നെ പ്രശ്നമാണ്. അതുപോലെ ബാക്കിലെ ഹൈറ്റ്, നമുക്ക് ബാക്കിൽ വീഴുന്ന വെള്ളം എങ്ങനെ ഒഴുകി ഫ്രണ്ടിൽ ഗേറ്റിൽ കൂടെ നമുക്ക് ഔട്ട് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മളത് കറക്റ്റ് ചിന്തിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ആർക്കിടെക്റ്റിനോ ബിൽഡറിനോ ഒരു ലാൻഡ് കാണുമ്പോൾ അവിടെ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പിക്ചർ കറക്റ്റായിട്ട് അയാളുടെ മൈൻഡിൽ കിട്ടും. അതാണ് ആ വർക്ക് ചെയ്യുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരു നോർമൽ ആളിന് ഒരിക്കലും അത് കിട്ടത്തുമില്ല. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ എത്രത്തോളം അവർ മനസ്സിലാവും എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു മേസനെ ഏൽപ്പിക്കുമ്പോൾ, ചിലപ്പോൾ ഈ മേസനറി വർക്ക്സ് നമ്മളൊരു മേസനായിരിക്കും ഏൽപ്പിക്കുന്നത്, ഒരു ടീമിനെ. അവർ വന്ന് മേസൻ വർക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ അതിൽ പക്ഷേ ഒരു കാരണവശാൽ ആ മേസൻ ഒരു കാർപ്പൻറ്ററിൻ്റെ ലെവലിലും ചിന്തിക്കത്തില്ല, ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ലെവലിൽ ചിന്തിക്കത്തില്ല, ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും അയാൾ ചിന്തിക്കത്തില്ല. അയാൾക്ക് കൊടുത്ത സ്കെച്ചും പ്ലാനും എത്ര ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും. ഇപ്പോൾ റേറ്റിനാണ് കൊടുക്കണമെങ്കിൽ ഈ റേറ്റിന് ഇപ്പം 400 രൂപ 450 രൂപ റേറ്റ് ഉണ്ട് മേസൻ വർക്കിന്, കെട്ട് തട്ട് പൂശിന്. അപ്പോൾ ഇത് ചെയ്ത് അവൻ എത്രയും പെട്ടെന്ന് ഇതിനെ തീർത്ത് കളഞ്ഞിട്ട് പോകാനേ അവർ നോക്കത്തുള്ളൂ. ഇനി ഇൻറ്റീരിയറുകാരന് അത് വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടോ, ഈ ജനൽ വെക്കുമ്പോൾ ആ കബോർഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മേസൻ അതിനെക്കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല. ഇത് എപ്പോൾ ചിന്തിക്കും? നമ്മൾ ഇൻറ്റീരിയറിന് വേണ്ടി ഒരാളെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അയാൾക്ക് കബോർഡ് ചെയ്യുമ്പോഴാണ് ആ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും നമ്മളിപ്പോൾ കിച്ചണിന് 1 മീറ്ററിൻ്റെ വിൻഡോസാണ് വെക്കുന്നത്. നോർമലി താഴെ വലിയ വിൻഡോസ് അല്ല വെക്കുന്നത്, 1 മീറ്ററിൻ്റെ വിൻഡോസാണ്. അപ്പോൾ നമ്മളൊരു മേസനെ എൻ്റെ കിച്ചണിൽ 2 വിൻഡോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഈ 2 ചുമരിൻ്റെയും സെൻറ്ററിൽ പിടിച്ച് ഈ 2 വിൻഡോ വെച്ചിട്ട് പോകും. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മേശന്മാരെ നമ്മൾ പണി ഏൽപ്പിക്കുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പലർക്കും ഈ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്നതിനകത്ത് ഇപ്പം സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. പലപ്പോഴും കെട്ടിലൊക്കെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പൂശിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കത്തില്ലേ? അല്ലല്ല, ബാധിക്കും. അതായത് ഇതിനകത്ത് മേസൻ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് മേസന്മാരുണ്ട്. കാരണം നമ്മുടെ കാലമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മേസന്മാരുണ്ട്, ഈ ചെയ്ത് തെളിഞ്ഞ മേസന്മാരുണ്ട്. അപ്പോൾ അതൊരു വലിയ അസറ്റ് തന്നെയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇപ്പം യഥാർത്ഥം പറഞ്ഞാൽ മലയാളി മേസൻസ് ഒരു 10 ദിവസം കൈയാളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾ അല്ലെങ്കിൽ 1-2 വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ മേസനായിട്ട് പോകത്തുള്ളൂ. പിന്നെ അയാൾ കൈയാളായിട്ട് പോകത്തില്ല. അവനൊരു 4-5 ഹിന്ദിക്കാരെയും വിളിച്ചുകൊണ്ട് നേരെ അടുത്ത വീട് പണിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മേസന്മാരെ നമ്മൾ സൂക്ഷിക്കണം. പക്ഷേ അറിവുള്ള മേസന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ മേസന്മാരെന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ കൊടുത്ത് അവർ സെറ്റ് ഔട്ട് ചെയ്തോളും. നമ്മളൊന്നും സെറ്റ് ഔട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മളൊന്നും ഫീൽഡിൽ ഇല്ലെങ്കിൽ പോലും അവർ പക്കയായിട്ട് അത് ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തിരുത്തുന്ന മേസന്മാരുമുണ്ട്. അപ്പം നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, നമ്മളെ തിരുത്തുന്നവരുണ്ട്. അങ്ങനെ ചെയ്താൽ എങ്ങനെ ആകില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പോലും അത് അപ്പോൾ അങ്ങനെയുള്ള മേസന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ഥിരം പണിയും കാണും, അവർക്ക് സ്ഥിരം ആൾക്കാർ കാണും. അവർ ഈ ലോക്കലി പണിയില്ലാണ്ടിരിക്കത്തുമില്ല. പ്രധാനമായിട്ടും പൈസ കുറഞ്ഞ് നമുക്ക് വീട് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരിക്കലും ഒരു ഐഫോൺ 20,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കും, ഐഫോൺ 20,000 രൂപയ്ക്ക് കിട്ടുമോ? കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് 2,000 രൂപ 2,500 രൂപ കോസ്റ്റ് കിടക്കുന്ന വീട് 1,500 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു? ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ന്യൂസിൽ എത്ര ഇടത്ത് വീട് ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് അറിയാം. സ്ട്രക്ചറിൽ നിൽക്കുന്ന വീടുകൾ ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇടിഞ്ഞ് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കമ്പികൾ യൂസ് ചെയ്യുന്ന ഗ്യാപ്പുകൾ, കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ വലിയ ഘടകമാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കയറി കിടക്കാനുള്ള വീടാണ്. നമ്മൾ കയറിയിട്ട് അടുത്ത വർഷം തൊട്ട് അതിനകത്ത് കാശ് ചിലവാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കിടക്കുമ്പോൾ ഒരു സമാധാനം വരില്ല. ഇതാണ് കൂടുതൽ പേരും വാസ്തുദോഷമായിട്ട് കാണുന്നത്. വാസ്തുദോഷമായിട്ട് കാണുന്ന നമുക്ക് ആ വീട്ടിൻ്റെ എക്സ്പെൻസ് EMI അല്ലാതെ എക്സ്പെൻസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ ആ എററിലായിരിക്കും നമ്മളെ കണ്ണു പോകുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ താമസം.